വയനാട് ജില്ലയിൽ ദുരന്തങ്ങളുണ്ടായാൽ അത് ജില്ലയുടെ സാമ്പത്തിക പുരോഗതിയെ വലിയ തോതിൽ ബാധിക്കും. ജനങ്ങളുടെ തൊഴിലിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൃഷിയോടൊപ്പം ടൂറിസം, വിനോദസഞ്ചാരികളുടെ വരവുകൾ. കോവിഡിന് ശേഷം സജീവമായി വരുന്ന ഘട്ടമായിരുന്നു മുണ്ടക്കൈ ദുരന്തം. ആ ദുരന്തമുണ്ടായപ്പോ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ദുരിതമനുഭവിക്കുന്നവരെ ചേർത്ത് പിടിച്ചു. രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി എല്ലാവരും സർക്കാരിന്റെ സംരംഭങ്ങളുമായി സഹകരിച്ചു. രാജ്യം ഭരിക്കുന്നവർ യാതൊരു സഹായവും നൽകിയില്ല. സഹായം നൽകിയില്ല എന്നതുകൊണ്ട് നിരാശരായി ഇരുന്നില്ല. ഒരു സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? സാധാരണഗതിയിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യും. ഏറ്റവും ഒടുവിൽ ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. വീട് നഷ്ടപ്പെട്ട എല്ലാവർക്കും വീട് നൽകാൻ. അതും ദുരിതമനുഭവിക്കുന്നവർ, വീട് നഷ്ടപ്പെട്ടവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗതയിൽ, പ്രതീക്ഷിച്ചതിനേക്കാൾ മെച്ചപ്പെട്ടതിന് സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടെയും തടസ്സമുണ്ടായി. എസ്റ്റേറ്റ് ഉടമ അമിതമായ തുക ആവശ്യപ്പെട്ടു. ന്യായമായ തുക കൊടുക്കാൻ സർക്കാർ തയ്യാറായി. അവർ കോടതിയിൽ പോയി. ഫലപ്രദമായ നിയമയുദ്ധത്തിലൂടെ ഏറ്റവും ഒടുവിൽ സർക്കാർ വിജയിച്ചു. കോടതി വിധി വന്ന ദിവസം സർക്കാർ ഭൂമി ഏറ്റെടുക്കുകയും വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് കേരളത്തെ മാത്രം അവഗണിക്കും? ആന്ധ്രയിലും ആസാമിലും ബീഹാറിലും വടക്കേ കിഴക്കൻ ഇന്ത്യയിലും എല്ലാം സമാന രീതിയിൽ പ്രളയക്കെടുതി ഉണ്ടായപ്പോൾ വാരിക്കോരി നൽകിയവർ അർഹതപ്പെട്ടതുപോലും തരുന്നില്ല. കേരളം എന്താ ഇന്ത്യയിലല്ലേ? നമുക്ക് അർഹതപ്പെട്ട പണം നൽകുന്നില്ല, ഗ്രാന്റില്ല, പദ്ധതിയില്ല. കഴിഞ്ഞ ദിവസം ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ എംപിമാരുടെ യോഗം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർന്നപ്പോ കേരളവും കേന്ദ്രവും തമ്മിൽ സംയുക്തമായ ഒരു കരാറിലൂടെ ധാരണയാക്കിയ ഒരു പദ്ധതിയാണ് സിൽവർ ലൈൻ റെയിൽവേ പദ്ധതി. അർദ്ധ അതിവേഗ റെയിൽപാത. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് 4 മണിക്കൂർ സമയം, 11 റെയിൽവേ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ്. സാധാരണഗതിയിൽ അത്തരമൊരു പദ്ധതിയെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ലോകത്ത് ഒരിടത്തും കാണാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു പ്രതിപക്ഷമുണ്ട്, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. അവരോടൊപ്പം കേന്ദ്ര ഭരണകക്ഷിയായ BJP ചേർന്നു. ആ സിൽവർ ലൈൻ റെയിൽവേ പദ്ധതിയുടെ പലയിടത്തും സർവേ നടത്താൻ വേണ്ടി പണിത ആ കുറ്റി പൊരിച്ചുകൊണ്ട് വികസന വിരുദ്ധന്മാരുടെ സമരമായി. ഇന്നലെ റെയിൽവേ മാനേജർ പറഞ്ഞു, സിൽവർ ലൈൻ ബ്രോഡ് ഗേജിൽ മാത്രമേ അനുവദിക്കൂ. ഇന്ത്യയിലെ എല്ലായിടത്തും 16 സംസ്ഥാനങ്ങളിൽ അതിവേഗ റെയിൽപാതയ്ക്ക് അനുവാദം കൊടുത്തു. മുംബൈ, പൂനെ പണിതു കഴിഞ്ഞു. 3 സംസ്ഥാനങ്ങളിൽ പണി ആരംഭിച്ച് പൂർത്തിയാകാറായി. അവിടെയെല്ലാം സ്റ്റാൻഡേർഡ് ഗേജാണ്. എന്താ കേരളത്തിന് സ്റ്റാൻഡേർഡ് ഗേജ് പറ്റില്ലേ? കേരളം എന്താ ഇന്ത്യയിലല്ലേ? നോക്കൂ നിങ്ങൾ, അന്ന്
ആ സിൽവർ ലൈൻ പദ്ധതിക്കെതിരായി സമരരംഗത്തിറങ്ങിയ BJP-ക്കാരും UDF-കാരും എല്ലാം പറഞ്ഞ ഒരു കാര്യമാണ്, നിലവിലുള്ള റെയിൽപാത അത് വീതി കൂട്ടുക, ഒരു പാത കൂടി പണിയുക. അതിനെ പൊതുവിൽ പേര് വിളിച്ചു മൂന്നാം പാത. കഴിഞ്ഞ ദിവസം ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ സംശയമില്ലാതെ പറഞ്ഞു കഴിഞ്ഞു, മൂന്നാം പാത പ്രായോഗികമല്ല. ഇനി കേരളത്തിൽ പുതിയൊരു തീവണ്ടി ഓടില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. തീവണ്ടി ഓടണമെങ്കിൽ പുതിയ റെയിൽപാത വേണം. വയനാട്ടിൽ റെയിലില്ല, പക്ഷെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന 2 റെയിൽ, ഒന്ന് നഞ്ചങ്കോട്, മറ്റൊന്ന് തലശ്ശേരി മൈസൂർ. ഈ 2 പാതകളെ കുറിച്ചുള്ള ചിന്തയെ കേന്ദ്രത്തിനില്ല, ഒരു നയാ പൈസ അനുവദിച്ചില്ല. ഇതാണ് റെയിൽവേ കേരളത്തോട് സ്വീകരിക്കുന്ന സമീപനം. കേരളത്തിലെ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ലാഭത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷം. അങ്ങനെ ലാഭത്തിലാക്കുമ്പോൾ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളത്തിൽ നേരത്തെ മുതൽ പ്രവർത്തിച്ചു വന്നതുണ്ട്. അത് അവരടച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ വിൽക്കുകയാണ്. അവർ വിൽക്കുന്ന സമയത്ത് കേരള സംസ്ഥാന സർക്കാർ പറഞ്ഞു, നിങ്ങളത് വിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ നടത്താം, ഭൂമി ഞങ്ങളതാണ്, ഞങ്ങൾക്ക് തന്നാ മതി. അങ്ങനെയാണ് വൈക്കത്തെ വെള്ളൂർ ന്യൂസ് പ്രിന്റ് കേരള ഗവൺമെന്റ് ഏറ്റെടുത്തത്. അതിപ്പോ കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായി മാറി. അതിനുശേഷം കാസർഗോഡ് കെൽ BHEL-മായി ചേർന്ന സംരംഭമായിരുന്നു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്. അവർ പിൻവാങ്ങി. കേരളത്തിലെ സംസ്ഥാന സർക്കാർ അത് ഏറ്റെടുത്ത് നടത്തുകയാണ്. തുടർന്ന് പാലക്കാടെയും തിരുവനന്തപുരത്തെയും 2 പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവർ വിൽക്കാൻ നോക്കിയപ്പോ ഇടതുപക്ഷം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞപ്പോ അവർ തന്നില്ല. അങ്ങനെ നിങ്ങളുടെ സംസ്ഥാനം ഒന്ന് ഏറ്റെടുത്ത് നടത്തല്ല. ഇതാണ് അവരുടെ ചിന്ത. കേരളത്തിൽ കിഫ്ബിയിലൂടെ നിരവധി വികസന പദ്ധതികൾ നടപ്പാക്കി. റോഡുകളും പാലങ്ങളും സ്കൂൾ കെട്ടിടങ്ങളും ആശുപത്രിയും ഉൾപ്പെടെയുള്ള നിരവധി വികസന പദ്ധതികൾ, സമാനതകളില്ലാത്ത വികസനം. 93,000 കോടി രൂപയുടെ പദ്ധതികൾ, അതിന് ഭരണാനുമതി നൽകി. 50,000 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഇതിനകം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതുമുണ്ട്, പൂർത്തീകരിക്കാനായി നൽകുന്നതുമുണ്ട്. ഇത് നിങ്ങൾ കേരളത്തിലെ വിദ്യാലയങ്ങൾ നോക്കൂ, എത്ര മികച്ച വിദ്യാലയങ്ങൾ. ആ വിദ്യാലയങ്ങൾ ഏറ്റവും ശ്രദ്ധേയമാക്കി മാറ്റിയത് മറ്റൊന്നും കൊണ്ടല്ല, കിഫ്ബിയുടെ പണം ഉപയോഗിച്ചുകൊണ്ട് പണിതുകൊണ്ടാണ്. ഇതിനു മുമ്പ് കേരളത്തിൽ UDF ഭരിക്കും അങ്ങനെയായിരുന്നു. ഇക്കഴിഞ്ഞ SSLC റിസൾട്ടും +2 റിസൾട്ടും വന്നു. SSLCയുടെ റിസൾട്ടിന് ശതമാനം 99.50% എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടവരാകെ 0.5%. ഒരു 2000-ത്തിനടുത്ത ആള്. ബാക്കി എല്ലാവരും മികച്ച വിജയം നേടി. എങ്ങനെയാ വിജയം നേടിയത്? അതിന് കാരണം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് 973 വിദ്യാലയങ്ങൾക്ക് പശ്ചാത്തല സൗകര്യം ഉണ്ടാക്കി കൊടുത്തുവെന്ന് മാത്രമല്ല, ഏറ്റവും മികച്ച വിദ്യാലയം. ഇവിടെയുള്ള സ്കൂളിൽ നിന്ന് കുട്ടികൾ കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞ് മാർച്ച് മാസം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അടുത്ത വർഷത്തെ പാഠപുസ്തകം കൊടുക്കുകയാണ്. UDF-ന്റെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ് ഒരിക്കൽ പറഞ്ഞില്ലേ, ഓണത്തിന്റെ തീയതി എന്ന് മാറ്റി പറഞ്ഞു. അതുകൊണ്ടാണ് ഓണത്തിന്റെ പരീക്ഷ നമ്മളങ്ങ് മാറ്റുന്നത്. ഓണപരീക്ഷ നടത്തിയില്ലല്ലോ. അതിന് കാരണം എന്താ? പാഠപുസ്തകം കൊടുക്കാത്തത്. പാഠപുസ്തകം ചില സ്കൂളുകളിൽ ഓരോന്ന് കൊടുത്തപ്പോ ഇതേ മന്ത്രി പറഞ്ഞു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കുട്ടികൾക്ക് കൊടുക്കും. ഇത് എഞ്ചാതി മന്ത്രി. അങ്ങനെയല്ലേ നാട്ടുകാര് റബ്ബേ എന്ന് വിളിച്ചു.
ഈ റബ്ബിനെ എടുത്തിട്ട് വേണം നമ്മുടെ നാട്ടിലെ സ്കൂളുകൾ മെച്ചപ്പെടാൻ. അന്ന് കേരളത്തിലെ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടി. ഇന്ന് ഏതൊക്കെ വിദ്യാലയം അടച്ചുപൂട്ടുന്നു? ഭയപരിധിയിൽപ്പെട്ട ഒരു കുട്ടി 1ാം ക്ലാസ്സിൽ ചേർന്നാൽ ആ കുട്ടി 12ാം തരം വരെ എത്തും. കൊഴിഞ്ഞുപോക്കില്ല. BJP ഭരിക്കുന്ന UP-യിൽ 100 കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേർന്നാൽ 43 കുട്ടികൾ കൊഴിഞ്ഞുപോയി. ഇതാ കേരളവും UP-യും തമ്മിലുള്ള വ്യത്യാസം. വിദ്യാഭ്യാസം മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ പോലെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനം രാജ്യത്ത് എവിടെയുള്ളത്? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി രാജ്യത്തെ ഏറ്റവും വലിയ സ്മാർട്ട് റോഡ് ഉൾപ്പെടെയുള്ള 62 റോഡ് നാടിന് സമർപ്പിച്ചു. 395 കോടി രൂപ ചെലവഴിച്ചു കൊടുത്തു. ഇത്രയും കൂടുതൽ റോഡുകൾ നാടിന് സമർപ്പിച്ചപ്പോ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ചേനൽ മുതലാളി രാജീവ് ചന്ദ്രശേഖരൻ അത്ഭുതത്തോടുകൂടി നോക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ ചെയ്തു ഒരു റോഡ് അതിന്റെ ഇടതുഭാഗം നോക്കി കുഴിച്ചിട്ട് വെച്ചു. അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ സരസ്യന്മാർ നല്ല മറുപടി കൊടുത്തു. ഈ 62 മികച്ച റോഡുകളുടെ ഒരു റോഡിൽ പഴയ ഗമ്മിയെ പോലെ ഒരു കസേരയിൽ ഇരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ വിഴിഞ്ഞം തുറമുഖ ഘട്ടത്തിൽ ഉദ്ഘാടന വേദിയിൽ തനിച്ചിരുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ചിത്രം. ഇടതുപക്ഷമില്ലെങ്കിൽ ദേശീയവാദിയില്ല. ഇടതുപക്ഷമില്ലെങ്കിൽ ഈ റോഡുകൾ ഇങ്ങനെ മികച്ച റോഡുകളായി മാറില്ല. ഇടതുപക്ഷമില്ലെങ്കിൽ ഗെയിൽ പൈപ്പ് ലൈനില്ല. ഇടതുപക്ഷം അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നമ്പർ 1 ആകുമായിരുന്നു. 3.60 ലക്ഷം സംരംഭങ്ങൾ പുതുതായി ആരംഭിക്കുകയും 7.8 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുകയും ചെയ്ത അതിവിപുലമായ വ്യവസായ ശൃംഖല. ഇടതുപക്ഷം ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേരളത്തിന്റെ ഗതി മാറിയ. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല കേരളത്തിൽ. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിൽ. 3 സയൻസ് പാർക്ക് കൂടി കണ്ണൂരിലും കോഴിക്കോടും കൊച്ചിയിലും വരാൻ പോവുകയാണ്. IT മേഖലയിൽ 1.5 ലക്ഷം ആളുകൾക്കാണ് ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ ജോലി കൊടുത്തത്. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ UDF-ന്റെ കാലത്ത് കേവലം 300 തുടങ്ങിയതെങ്കിൽ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ 5000-ലേറെ ആരംഭിച്ചു. ഇനിയിപ്പോ 25,000 എണ്ണം ആരംഭിക്കാൻ പോകുന്ന പദ്ധതിയിലാണ് ഇടതുപക്ഷമുള്ളത്. എല്ലാ ജില്ലകളിലും മെഗാ ജോബ് ഫെയറുകൾ സംഘടിപ്പിക്കുകയാണ് കേരള വിജ്ഞാന മിഷന്റെ നേതൃത്വത്തിൽ. 10 ലക്ഷത്തോളം ആളുകൾ ഇതിനകം മിഷന്റെ ഈ സംരംഭങ്ങളിൽ രജിസ്റ്റർ ചെയ്തു. വിവിധ കമ്പനികളെ, രാജ്യത്തിനകത്തും പുറത്തുമുള്ള കമ്പനികളെ ഈ ജോബ് ഫെയറിൽ കൊണ്ടുവന്ന് ഈ ജോബ് ഫെയറിൽ രജിസ്റ്റർ ചെയ്തവരുടെ യോഗ്യത നോക്കി ഈ കമ്പനികൾക്ക് വേണ്ട ആളുകളെ ജോലിക്കെടുക്കുന്ന മഹത്തായ ഒരു സംരംഭം. ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ കാലത്തൊന്നും ഇത് കണ്ടില്ല. അങ്ങനെ കേരളത്തെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, നിങ്ങൾ നമ്മുടെ നാട്ടിൽ സമീപകാലത്തുണ്ടായ ചില സംഭവവികാസങ്ങൾ. അതിലൊന്നാണ് കാശ്മീരിൽ നടന്ന ഭീകരവാദികളുടെ വെടിയേറ്റ് മരണപ്പെട്ട 26 നിരപരാധികൾ. കാശ്മീർ ഭൂമിയിൽ സ്വർഗമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അവിടെയാണ് പഹൽഗാമിൽ കാശ്മീരിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു ബൈസരൻ കുന്നുണ്ട്. അതുപോലൊരു പ്രദേശം. അവിടത്തേക്ക് വിനോദസഞ്ചാരികൾ വന്നാൽ കുതിരപ്പുറത്ത് കയറും കുടുംബത്തോടെ. കുതിര സവാരിക്കാരൻ കുതിരപ്പുറത്ത് കയറില്ല.
കുതിരയെ ഈ കുതിര സവാരിക്കാരൻ അതിന്റെ ചരട് വിരിച്ച് കുന്നിലേക്ക് കൊണ്ടുപോകും. മനോഹരമായ കാഴ്ച. അത് കാണാൻ വേണ്ടിയാണ് കേരളമടക്കം 10 സംസ്ഥാനങ്ങളിൽ നിന്ന് 25 പേർ പോയത്. അതിൽ കൂടുതൽ ആളുകളുണ്ടായിരുന്നു. പക്ഷെ ഈ 25 പേർ വെടിയേറ്റ് മരിച്ചു. ഒരാൾ മരിച്ചത് കാശ്മീരിയൻ ഒരു കുതിര സവാരിക്കാരൻ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനാണ് വിനോദസഞ്ചാരികളെ കുതിരപ്പുറത്ത് കയറ്റി കുന്നിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഭീകരവാദികൾ, ഇസ്ലാമിക ഭീകരവാദികൾ വെടിവെക്കാൻ വേണ്ടി വന്നപ്പോ സയ്യിദ് ഹുസൈൻ ഷാ ധൈര്യത്തോടെ ആ തോക്ക് പിടിച്ചു വാങ്ങി തിരിച്ചു വെടിവെക്കാൻ. ആ ഒറ്റ കാരണത്താലാണ് ഹുസൈൻ ഷായെ ഭീകരവാദികൾ വെടിവെച്ചു കൊടുത്തത്. വേണമെങ്കിൽ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാം. അതിൽ നിന്ന് ആ സ്ഥലമെല്ലാം പരിചയമുള്ളതാണ്. ഒന്നുമില്ലെങ്കിൽ ഭീകരവാദികൾ വന്നാൽ അതിൽ അവരുടെ മുമ്പാകെ കൈകൂപ്പി പറയാം, എന്റെ പേര് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. അത് കേട്ടാൽ അവർ പിന്തിരിഞ്ഞു പോയിക്കൊണ്ടു. അതിനൊന്നും മെനക്കെട്ടില്ല. താൻ കുതിരപ്പുറത്ത് കയറ്റിയ ആ നാട്ടുകാർ ഏതോ നാട്ടിൽ ഏതോ ഭാഷ സംസാരിക്കുന്നു, ഏതോ മതത്തിൽപ്പെട്ടിയാണ് എന്റെ അതിഥി, അവരെ രക്ഷിക്കണം. ആ ഒറ്റ ചിന്ത കൊണ്ടാണ് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ഭീകരവാദികളുടെ വെടിയേറ്റ് രക്തസാക്ഷിയായി. പിന്നെയും ഉണ്ട് നിരവധി പേർ 10 സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയുണ്ട്. അതിൽ നമ്മുടെ നാട്ടിൽ നിന്നൊരാള്, കേരളത്തിൽ നിന്ന് ശ്രീ എൻ രാമചന്ദ്രന്റെ കുടുംബം. രാമചന്ദ്രനും ഭാര്യയും മകളും 2 പേരക്കുട്ടികളുമാണ് അവിടെ പോയത്. ഭാര്യ ഹൃദ്രോഗിയായതുകൊണ്ട് അവരോട് പറഞ്ഞു, നീ ലോഡ്ജിൽ നിൽക്ക്, ഞങ്ങൾ പോയിട്ട് വരാം. അങ്ങനെയാണ് അവർ പോയത്. പോയപ്പോ രാമചന്ദ്രൻ വെടിയേറ്റ് മരിച്ചുപോയി. രാമചന്ദ്രന്റെ മൃതദേഹത്തിന്റെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന, നിലവിളിക്കുന്ന ആരതി എന്ന കുട്ടി, 24 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി. അവര് 2 കുട്ടികളെയും എടുത്ത് ഓടാൻ നോക്കുമ്പോ രക്ഷക്കെത്തിയത് മുസഫീറും സമീറും. ആരതി നാട്ടിലെത്തിയപ്പോൾ പറഞ്ഞു, എനിക്ക് എന്റെ അച്ഛൻ നഷ്ടപ്പെട്ടു. അച്ഛന് പകരം മറ്റാരും പകരം വെക്കാനില്ല. പക്ഷെ എനിക്ക് കാശ്മീരിൽ നിന്ന് 2 ആംഗളമാരെ കിട്ടി, മുസഫീറും സമീറും. അവരെന്റെ ഇടതും വലതും അണിനിരന്നുകൊണ്ട് എന്നെയും കുട്ടികളെയും എന്റെ അമ്മയെയും രക്ഷപ്പെടുത്തി അച്ഛന്റെ മൃതദേഹം നാട്ടിലേക്ക് അയക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി. എനിക്ക് മറക്കാൻ കഴിയില്ല. ആരതി പറഞ്ഞു, അവരെ അല്ലാഹു രക്ഷിക്കട്ടെ. ഇതാണ് കാശ്മീരിൽ നമ്മൾ കണ്ടത്. അതേ ആരതി പറഞ്ഞു, പിന്നീട് ഭീകരവാദത്തിന്റെ മറവിൽ കാശ്മീരികളെയും മുസ്ലിങ്ങളെയും വേട്ടയാടരുത്. അപ്പോ എന്തായിരുന്നു സംഘപരിവാർ സൈബർ ഇടങ്ങളിൽ ഈ പെൺകുട്ടിക്കെതിരായിട്ട് അക്രമം, എന്തെല്ലാം തെറി അഭിഷേകമുണ്ടായി. മറ്റൊരു പെൺകുട്ടിയുണ്ട്, വിവാഹം കഴിഞ്ഞ് 14 ദിവസം മാത്രം കഴിഞ്ഞ മധുവിധു ആഘോഷിക്കാൻ ഭർത്താവിനോടൊപ്പം കാശ്മീരിൽ പോയ, പഹൽഗാമിലെത്തിയ പെൺകുട്ടി ഹിമാൻഷി. ഹിമാൻഷിയുടെ എല്ലാമാണ് 14 ദിവസം മാത്രം ഒന്നിച്ച് ജീവിച്ച തന്റെ പ്രിയപ്പെട്ട വിനയ് നർവാൾ, ഒരു നാവിക ഉദ്യോഗസ്ഥൻ. അയാളാണ് വെടിയേറ്റ് മരിച്ചത്. നിങ്ങൾ ആ ചിത്രം കണ്ടിട്ടുണ്ടാവും. ആ വിനയ് നർവാളിന്റെ തൊട്ടടുത്ത് എന്ത് ചെയ്യണമെന്ന് നമ്മളോട് ചോദിക്കുന്ന ഹിമാൻഷി. ആ ഹിമാൻഷിയും നാട്ടിൽ പിന്നീട് നടന്ന ഭീകരവാദത്തിന്റെ മറവിലുള്ള ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ചും കാശ്മീരികളെ വേട്ടയാടുന്നതിനെ കുറിച്ചും പറഞ്ഞു. അത് പാടില്ല,
അത് പാടില്ല. പക്ഷെ അത് കേട്ടില്ല. CPIM ഏപ്രിൽ 22-ാം തീയതി ഭീകരവാദികളുടെ ഈ 26 പേരുടെ ജീവൻ അപഹരിച്ച ക്രൂരമായ കൊലപാതകം ഉണ്ടായപ്പോ 23-ാം തീയതി അതിന്റെ PB ഒരു പ്രതികരണം നടത്തി. എന്താ PB പറഞ്ഞത്? പാർട്ടി PBയുടെ പ്രതികരണം വന്നപ്പോ നമ്മളെല്ലാം തിരിച്ചറിഞ്ഞു, ഭീകരവാദത്തിനെതിരെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന എല്ലാ നടപടിക്കും CPIM പിന്തുണ പ്രഖ്യാപിക്കും. ഭീകരവാദികളെ അമർച്ച ചെയ്യും. കാശ്മീരിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അത് ചർച്ച ചെയ്യേണ്ട സമയം ഇതല്ല. ഏപ്രിൽ 23-ന് CPIM അന്തസ്സോടെ പറഞ്ഞ വിവേകമുള്ള ഒരു സമീപനമായിരുന്നു. സുരക്ഷാ വീഴ്ചയെ കുറിച്ചൊന്നും ഞങ്ങൾ ആ ഘട്ടത്തിൽ പറഞ്ഞില്ല. 24-ാം തീയതി 2 ദിവസം കഴിഞ്ഞപ്പോ കേന്ദ്ര ഗവൺമെന്റ് സർവകക്ഷി സമ്മേളനം വിളിച്ചു ചേർന്നു. പാർട്ടിയുടെ രാജ്യസഭയിലെ അക്കാലത്തെ നേതാവായ വികാസ് രഞ്ജൻ ഭട്ടാചാര്യ ആ സമാധാന യോഗത്തിൽ പങ്കെടുത്തു. എന്നിട്ട് ഇതേ അഭിപ്രായം അവിടെ പറഞ്ഞു. ഒപ്പം പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ എല്ലാ പിന്തുണയും CPIM നൽകുമ്പോൾ ഭീകരവാദത്തിന്റെ പേരിൽ ന്യൂനപക്ഷ വേട്ട നടത്തുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പിന്നീട് ദിവസങ്ങൾ പാക് സൈന്യം ഇന്ത്യക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തി സിവിലിയന്മാരും സൈനികരുമായ ഏതാനും ചിലർ കൊല്ലപ്പെട്ടതിന്റെ കാര്യങ്ങൾ അങ്ങേയറ്റ പ്രതിഷേധമുണ്ടാക്കിയ സംഭവം. അങ്ങനെ സംഭവം ഉണ്ടായപ്പോഴാണ് മെയ് 7-ാം തീയതി അർദ്ധരാത്രിക്ക് ശേഷം ഇന്ത്യൻ സൈന്യം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ നോക്കാൻ വേണ്ടി കാവല് കിടക്കുന്ന നമ്മുടെ അഭിമാനങ്ങൾ വീര ജവാന്മാർ അവരുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനിലെ ജമ്മു കാശ്മീരിന്റെ സമീപ സ്ഥലങ്ങളിലുള്ള പാക് അധീന ജമ്മു കാശ്മീരിലും പാക് അധീന പഞ്ചാബിലും അവരുടെ നേതൃത്വത്തിൽ സൈനികരുടെ നേതൃത്വത്തിൽ 9 ഭീകരവാദികളുടെ കേന്ദ്രം മിസൈൽ കൊണ്ട് തകർത്തു. സൈനിക മേധാവികൾ മാധ്യമങ്ങളുടെ മുമ്പാകെ ചിത്രസഹിതം പിന്നീട് വിശദീകരിച്ചത് ഈ ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾ തകർക്കുക വഴി 100ഓളം ഭീകരവാദികൾ കൊല്ലപ്പെട്ടുവെന്നാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരമായ നിലപാട്. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ സിവിലിയന്മാരെ ആക്രമിച്ചില്ല, ആകെ ഭീകരവാദികളുടെ കേന്ദ്രം മാത്രം തകർത്തു. ആ സംഭവത്തിന് ശേഷം CPIM PBയുടെ പ്രതികരണം വീണ്ടും വന്നു. തൊട്ടടുത്ത ദിവസം മെയ് 8-ാം PB പറഞ്ഞു, ഭീകരവാദികളുടെ കേന്ദ്രം തകർത്ത സൈനിക നടപടി ഞങ്ങൾ അഭിവാദ്യം ചെയ്യും. എന്നാൽ യുദ്ധം അഭികാമ്യമല്ല. പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും സാധാരണ ജനങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വെടിവെച്ചു കൊന്ന 26 പേരെ വെടിവെച്ചു കൊന്ന ഭീകരവാദികളായ കൊലയാളികളെ വിട്ടുതരാൻ പാകിസ്ഥാനോട് പറയണം. അവരിപ്പോൾ ഒന്നുകിൽ പാക് അധീന കാശ്മീരിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലോ ആയിരുന്നു. അന്താരാഷ്ട്ര മര്യാദ അനുസരിച്ച് ഒരു രാജ്യത്ത് കൊല നടത്തി മറ്റൊരു രാജ്യത്ത് പോയാൽ ആ രാജ്യം അന്തസ്സുള്ളവരാണെങ്കിൽ അത്തരം കൊലയാളികളെ ഈ രാജ്യത്തിന് കൈമാറണം. എന്നു മാത്രമല്ല, പിന്നീട് സർവകക്ഷി യോഗം വീണ്ടും ചേർന്നപ്പോ പാർട്ടിയുടെ പ്രതിനിധിയായി പിന്നീട് പങ്കെടുത്തത് രാജ്യസഭയിലെ ലീഡറായി പിന്നീട് തെരഞ്ഞെടുക്കപ്പെട്ട ജോൺ ബുട്ടാസാർ രഞ്ജൻ ഭട്ടാചാര്യയുടെ കാലാവധി അപ്പൊ കഴിഞ്ഞു. ബ്രിട്ടാസ് പറഞ്ഞു, സൈനിക നടപടിയെ ഞങ്ങൾ പിന്തുണക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാക്കട്ടെ, പാകിസ്ഥാനോട് പറയണം ഇന്ത്യ ഭീകരന്മാരെ കൈമാറാൻ.
അതിന് പിന്തുണ തേടാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുമ്പാകെ പോകണം. വിവിധ രാജ്യങ്ങളുമായി ചർച്ച ചെയ്യണം. പ്രിയപ്പെട്ടവരെ, CPIM അന്നെടുത്ത നിലപാടിന്റെ ശരിമ പിന്നീട് നമുക്ക് ബോധ്യമായി. 10-ാം തീയതി, മെയ് 10-ാം തീയതി വെടിനിർത്തൽ കരാറായി. ഇപ്പോ നമ്മുടെ രാജ്യത്തിലെ പല MP-മാരെയും കൂട്ടി ചെറു ചെറു സംഘങ്ങളായി ലോകത്തിലെ ഏതാണ്ട് 50-ലേറെ രാജ്യങ്ങൾ സന്ദർശിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞെന്താ, പാകിസ്ഥാൻ ഭീകരവാദികളെ സംരക്ഷിക്കുകയാണ്. ആ ഭീകരവാദികളെ അവർ കൊലയാളികളായതുകൊണ്ട് കൈമാറാൻ പറയണം. അവര് തയ്യാറാവുന്നില്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത് സമ്മർദ്ദം കൂട്ടണം. വെടിനിർത്തി മറ്റ് രാജ്യങ്ങളുമായി സംസാരിക്കാൻ വേണ്ടി ഇന്ത്യയിലെ പ്രതിനിധി സംഘങ്ങൾ പോകുന്നു. അത് വന്നപ്പോ കോൺഗ്രസ് റെഡി തുടങ്ങി. കോൺഗ്രസ് എന്ന് പറഞ്ഞ എരണം കേട്ട ഒരു പാർട്ടിയാണ് കേട്ടാ. അത് നേരാൻ വേണ്ട ശരിയാവും തോന്നുന്നു. അവരുടെ തമ്മിലടി എന്നാ അണ്ടിയാണോ മൂത്തത്, മാങ്ങിയാണോ മൂത്തത്? അണ്ടിയാണോ ആദ്യം ഉണ്ടായത്, മാങ്ങിയാണോ ആദ്യം ഉണ്ടായത്? നിങ്ങളങ്ങ് തർക്കിച്ചോ? ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിന്റെ പ്രശ്നത്തിലും നിങ്ങൾ തർക്കിക്കുകയാണ്. ആ ശശി തരൂരിനെ ഒരിടത്ത് പോകാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. അപ്പൊ ജയറാം രമേശ് പറയാണ്, ഞങ്ങൾ കൊടുത്ത പേര് പോകില്ല, നിങ്ങൾ തമ്മിലടിച്ചോ, പക്ഷെ ഞങ്ങൾക്ക് മുഖ്യം ഈ രാജ്യത്തിന്റെ രക്ഷയാണ്. അതുകൊണ്ട് പാർട്ടിയോട്, CPIM-നോട് പാർലമെന്ററി കാര്യമന്ത്രി റിജിജു ജോൺ ബ്രിട്ടാസിന്റെ പേരിനെ കുറിച്ച് പറഞ്ഞപ്പോ പാർട്ടിക്ക് അശേഷ സംശയമില്ല. നിങ്ങൾ ആദ്യകാല ക്രിസ്തു മതത്തെക്കുറിച്ച് ഏംഗൽസ് തന്നെ പറഞ്ഞു, റോമിൽ അടിച്ചമർത്തപ്പെട്ടവന്റെ മതമാണ് ക്രിസ്തു മതം. യേശു ആദ്യകാലത്ത് പാവപ്പെട്ടവരോടൊപ്പം പൊരുതുകയാണ്. അതുകൊണ്ടാണ് ഏംഗൽസിന്റെ ആ വാചകം തന്നെയുണ്ട്, തൊഴിലാളി സോഷ്യലിസത്തിന്റെ രീതിയിലാണ് ആദ്യകാല ക്രിസ്തു മതത്തിന്റെ പ്രവർത്തനം. ലോകോ സമസ്തോ സുഖിനോ ഭവന്തു എന്ന് ഹിന്ദുമത വിശ്വാസികൾ വിശ്വസിക്കുമ്പോ ലോകത്തിലുള്ള സകല മനുഷ്യന്റെയും നന്മയും സുഖവുമാണ് ആഗ്രഹിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഹിന്ദുമതത്തിന്റെ ദർശനത്തെക്കുറിച്ച് സ്വാമി വിവേകാനന്ദ ചിക്കാഗോവിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗമുണ്ട്. RSSകാർ മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞു, എല്ലാ വിശ്വാസങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ദർശനമാണ് ഹിന്ദുമത ദർശനം. ഇതിനേക്കാൾ വലിയ നിർവചനം പറയുന്നതാണ്. എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ദർശനം. ഗാന്ധിജി പ്രാർത്ഥനാ യോഗത്ത് കൊണ്ടുപോകുമ്പോ ഗീതയോടൊപ്പം ഖുർആനും ബൈബിളും കൊണ്ടുപോകും. ഇതാണ് സ്വാമി വിവേകാനന്ദന്റെ കാഴ്ചപ്പാട്. ഗാന്ധിജി അത് തന്നെയാണ്. അദ്ദേഹം ഹരേ റാം ഹരേ റാം ഹരേ റാം എന്ന് വിളിക്കുമ്പോ അദ്ദേഹത്തിന് രാമനും റഹീമും ഒന്നാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കാഴ്ചപ്പാട് അനുസരിച്ച് ഗാന്ധിജി ഖുർആനും ബൈബിളും തന്റെ പ്രാർത്ഥനാ യോഗത്തിൽ കൊണ്ടുപോകുന്നത് എല്ലാ വിശ്വാസങ്ങളുടെയും നന്മ നിറഞ്ഞ ദർശനത്തെ അടിസ്ഥാനമാക്കിയാണ്. എന്താണ് ഇസ്ലാമിനെ കുറിച്ച് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്? ഇസ്ലാമിന്റെ രൂപീകരണം എങ്ങനെയാണ്? ഇസ്ലാം മതത്തിന്റെ ആ മതത്തിന്റെ രൂപീകരണം അതും മാർക്സ് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. അത് സമ്പന്നനും പാവപ്പെട്ടവനും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി പറഞ്ഞത്, ആ ഏറ്റുമുട്ടലിൽ, യുദ്ധത്തിൽ പാവപ്പെട്ടവരായ ഒരുപാട് പേർ നഷ്ടപ്പെട്ടു, ജീവിതം പോയി, അവരുടെ ഭാര്യമാർ അനാഥരാകാൻ പാടില്ല. ആ കാഴ്ചപ്പാടാണ്. ഇതിനേക്കാൾ വലിയ ഉന്നതമായ ദർശനം ഏത്? അതുകൊണ്ടുകൂടിയാണ് പെരുന്നാളിന്റെ സമയത്ത് സക്കാത്ത് കൊടുക്കാൻ പറയുന്നത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ലാഭത്തിന്റെ വിഹിതമല്ല കേട്ടോ. ഖുർആനൊക്കെ വായിക്കുന്ന ആൾ എന്നേക്കാൾ നന്നായി വിശ്വാസ പ്രമാണമുള്ള ആൾ കൂടി ഉണ്ടാവും.
ഞാൻ ആ കിതാബ് വായിച്ചിട്ടാ പറയുന്നത്. ലാഭത്തിന്റെ ഒരു പങ്ക് കൊടുക്കാനല്ല, പിന്നെയോ വരുമാനത്തിന്റെ ഒരു പങ്ക് കൊടുക്കാനല്ല. എത്ര വരുമാനം എനിക്കുണ്ടായാൽ ഇതാ അതിലൊരു പങ്ക് പാവപ്പെട്ടവൻ. പാവപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ആരാ? അതെല്ലാ മതത്തിലും പെട്ടവരാ. മുസ്ലിമും വന്നാൽ സക്കാത്ത് കൊടുക്കണമെന്നല്ല നബി പഠിപ്പിച്ചത്. എല്ലാ മതത്തിൽപ്പെട്ടവർ വന്നാലും കൊടുക്കണമെന്നാണ്. അവനവനാൽ കഴിയുന്നത് കൊടുക്കണം. അപ്പൊ ഏത് മതദർശനമാണ് അന്യമതത്തോട് വിരോധം പുലർത്തുന്നത്? ഇത് എന്തിനാണ് ഈ മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്നത്? പിന്നെ എന്തിനാണ് ഈ മതത്തെ ദുരുപയോഗം ചെയ്ത് രാഷ്ട്രീയ അധികാരത്തിലെത്താൻ വേണ്ടി വർഗീയതയും തീവ്രവാദവും ഭീകരവാദവും നിങ്ങൾ അടിച്ചുവിടുന്നത്? വർഗീയതയുടെ ഉയർന്ന രൂപമാണ് തീവ്രവാദം. തീവ്രവാദത്തിന്റെ ഭീകരമുഖമാണ് ഭീകരവാദം. അതല്ലേ ഇതിപ്പോ നാട്ടിൽ RSSകാർ പറയുന്ന ഒരു വർത്താനുണ്ട്. All Muslims are not terrorists, but all terrorists are Muslims. മുസ്ലിങ്ങളെല്ലാം ഭീകരന്മാരല്ല, എന്നാൽ ഭീകരന്മാരെല്ലാം മുസ്ലിങ്ങൾ. ഇവിടെ കള്ള സുമറ ഈ അർത്ഥം. നമ്മുടെ ഈ മധുനെ പോലെയുള്ള ചില കക്ഷികളില്ലേ, ഏതാ മധു? ഈ അടുത്ത കാലത്ത് നമ്മുടെ വേടന ജാതി ഭീകരൻ ആക്ഷേപിച്ച് പിടിക്കാനും എന്റെ അമ്മോ ഉപനിയങ്ങാൻ ഈ നാട്ടിൽ കിട്ടിയിട്ട് എന്തായിരിക്കും അവസ്ഥ? പറഞ്ഞ സവർണാധിപത്യത്തിന്റെ അതേ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ആ വേടൻ കറച്ചു പോകുന്നു. കറപ്പുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടാത്ത കറപ്പാണ് ഏറ്റവും നല്ല സൗന്ദര്യമുള്ളത്. അതുകൊണ്ട് വേടനെ കുറിച്ച് പറയുന്നത് എന്താ അറിയാം? വേടൻ ജാതി ഭീകരൻ. ജാതി ഭീകരനാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സംഗീതത്തെ പറ്റി പറഞ്ഞ് കലാ ആഭാസം. ഈ പുള്ളിക്കാരൻ എന്ത് കലയറിയാം? അദ്ദേഹത്തിന്റെ സംഗീതത്തിന്റെ ഒരു പ്രത്യേകത വേടന്റെ റാപ്പ് സംഗീതമാണ്. റാപ്പ് എന്ന് പറഞ്ഞാൽ RAP. എന്ന് പറയുന്ന ഋതം, P എന്ന് പറഞ്ഞാൽ പോയം. ഋതം ആൻഡ് പോയം. നിങ്ങൾ ഇന്ന് ഏറ്റവും മനോഹരമായ പാട്ട് പാടുന്ന കൂട്ടത്തിലാണ് വേടൻ കേട്ടാ. ആ വേടനെ വേണ്ടാത്തീരം കാണിച്ചിട്ട് ആകെ ഒരു 6 ഗ്രാം കഞ്ചാവാ പിടിച്ചത്. അത് തെറ്റ് തന്നെ, അതിനൊന്നും തർക്കമൊന്നുമില്ല. 6 ഗ്രാം അത് 5-8 ആളുകൾ കുറിയുന്നു. കേസെടുത്തു, ജാമ്യത്തിന് കൊടുത്തു. ജാമ്യം കൊടുക്കാവുന്ന കേസാണ്. വേടൻ പറഞ്ഞു ഈ സമൂഹത്തോട് മാപ്പാക്കണം. ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളല്ല. അന്ന് എനിക്ക് ഒരബദ്ധം പറ്റി, ഇത് ഞാൻ ഉപയോഗിക്കില്ല. നിങ്ങൾ ആരും ഉപയോഗിക്കാൻ പാടില്ല. അതിനേക്കാൾ വലിയ അന്തസ് വേറെയാണ്. വേടൻ അത് പറഞ്ഞപ്പോ നമ്മുടെ നാട് മുഴുവൻ വേടന്റെ കൂടെ നിന്നു. എന്നിട്ട് ആ ഫോറസ്റ്റുകാർ വേണ്ടാത്തീരം കാണിക്കുന്നു. ഇങ്ങനെയുള്ള ചില ജഡ്ജാലികളുണ്ട് നമ്മുടെ നാട്ടിൽ. വേടന്റെ കഴുത്തിലാകെ നോക്കി, ഒന്നും വേറെ കിട്ടുന്നില്ല. അപ്പൊ കഴുത്തിൽ നോക്കിയപ്പോ ഒരു മാല, പണ്ടത്തെ കല്ലുമാലയാണ്. തിരുവിതാംകൂറിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ സമരം നടന്നത് കല്ലുമാല വിരുദ്ധ സമരമായിരുന്നു. സ്ത്രീകൾക്ക് ഇന്നെല്ലാം വല്ല സ്വർണ്ണം കൊണ്ട് കുറച്ച്, സ്വർണത്തിന് വലിയ വിലയായിട്ട് സ്വർണ്ണം ധരിക്കുന്നത് നമ്മൾ കുറച്ചിട്ടില്ല. നിങ്ങളുടെ കാലത്ത് സ്വർണം ധരിക്കുക, അന്ന് അന്ധകാലം ഇത് ധരിച്ചുകൂടാ. കല്ല് അവിടെയുള്ള കല്ലെടുത്തിട്ട് കിട്ടിയിട്ട് ആണ് അതിന്റെ ഭാരം കൊണ്ടാണ് പിന്നെ മണവാട്ടിയെ എപ്പോ തലമുലിട്ടാണ് സ്ത്രീകൾ മണവാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരർത്ഥം കൂടിയുണ്ട് മണവാട്ടി. അത് നിങ്ങളുടെ അർത്ഥമല്ല. കുറച്ച് കിക്കായ അപ്പൊ ഈ കല്ലുമാല ധരിച്ചിട്ടുള്ള ഭാരം കൊണ്ട് അങ്ങനെയെല്ലാം ഉള്ള കാലത്തിന്റെ പുതിയ പതിപ്പുകാർ വരികയാണ്. എന്നിട്ട് പറയാണ് ഇവര് കലാഭാസമാണ് നടത്തുന്നത്. എന്ത് കലാഭാസം? ഏറ്റവും മനോഹരമായ പാട്ടുപാടി. ഇന്നലെ പാലക്കാട് പാട്ടുപാടി നമ്മളെ ദളിത് സംഗമത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടുള്ള പരിപാടി. പാട്ടുകാര് രംഗത്ത് വന്ന് പാട്ടുപാടാൻ വേടൻ തുടങ്ങിയപ്പോ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. വേടൻ കുറച്ച് താമസിച്ചപ്പോ സ്ത്രീകളെല്ലാം കൂടി എവിടെ വേടൻ, എവിടെ വേടൻ? ആ ഉദ്യോഗസ്ഥന്മാർ വെറുതെ വേണ്ടാത്തീരം കാണിക്കുന്നത്. ആ ഫോറസ്റ്റുകാർ കാണിച്ച വേണ്ടാത്തീരം കൊണ്ടാണ് ഇപ്പൊ കൂടുതൽ ആളുകൾ
അതിനവരോട് നന്ദി പറയണം. എന്തെന്നാ ഒരു പുലിന്റെ എന്തോ കോലം, ഇതിൽ ചിലപ്പോ ഉപേക്ഷിക്കുന്ന ചില സാധനങ്ങളുണ്ട്, പല്ലോ നഖമോ എന്തോ ഇരിക്കട്ടെ, അത് ഇയാളുടെ കഴുത്തിൽ കണ്ടു. പേടലിൽ ആരോ കൊടുത്തതാണ്. പേടലിൽ സ്നേഹം കൊണ്ട് ആരോ ഒന്ന് കൊടുത്ത് പേടലുണ്ട്. ഇത് നോക്കുന്ന ഇതെന്താ? നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് ഒരാൾ വിവാഹ സമയത്ത് ഒരു പെൺകുട്ടിക്ക് ഒരു മോതിരം കൊടുത്ത് ആ സമയത്ത് നിങ്ങൾ സ്രാപ്പിന്റെ അടുത്ത് കൊണ്ടുപോയി ഇത് വരച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി അത് പണിയപ്പെടുത്താൻ, വീട്ടിലുള്ള ദാരിദ്ര്യം കൊണ്ട് പണിയപ്പെടുത്താൻ പോയപ്പോ കള്ളപ്പണ് മുക്ക് വേണ്ട. അതുപോലെ വേടൻ ആരെ കൊടുത്തിയാന്ന് ഈ ഫോറസ്റ്റുകാർ കേസെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോ നമ്മുടെ നാട് തിരിച്ചറിയേണ്ട ഒന്നാണ് ഈ RSS പറയുന്ന മുസ്ലിങ്ങളെല്ലാം ഭീകരന്മാരല്ല, എന്നാൽ എല്ലാ ഭീകരന്മാരും മുസ്ലിങ്ങളാണ് എന്ന പ്രചാരവേല ഈ ഭീകരവാദത്തെ ഒരു പ്രത്യേക മതമായി ബ്രാൻഡ് ചെയ്യുക. അത് തെറ്റാണ്. ഇപ്പൊ പഹൽഗാമിൽ വെടിവെച്ചത് ഇസ്ലാമിക ഭീകരന്മാരാണ്. 2019 പുൽവാമയിൽ സ്ഫോടനം നടത്തിയത് ഇസ്ലാമിക ഭീകരന്മാരാണ്. എന്നാൽ മഹാരാഷ്ട്രയിലെ ഒരു പ്രദേശമായ മലേഗാവിൽ സ്ഫോടനം നടത്തിയത് അഭിനവ ഭാരത് എന്ന് പറയുന്ന ഹിന്ദുത്വ ഭീകര സംഘടനയാണ്. ഹൈദരാബാദിലെ മക്ക മസ്ജിദ്, അവിടെ നടന്ന സ്ഫോടനത്തിൽ നിരവധി പേരാണ് മരിച്ചു. ആ സ്ഫോടനത്തിന് നേതൃത്വം കൊടുത്തതും മറ്റാരുമല്ല, ഹിന്ദുത്വ ഭീകരന്മാരാണ്. സംസോദ എക്സ്പ്രസിൽ സ്ഫോടനം നടത്തിയതും സംഘപരിവാർ സംഘടനകളാണ്. അപ്പൊ ഭീകരവാദം എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിലും ഏതാനും ചിലരുണ്ട്, ഭൂരിപക്ഷമല്ല, ചുരുക്കം ചിലരാണ്. അപ്പൊ നമ്മൾ എന്തു വേണം? ഭീകരവാദത്തെയാണ് എതിർക്കേണ്ടത്, മതത്തെയല്ല. ഭീകരവാദത്തെ ആഗോളാടിസ്ഥാനത്തിൽ വ്യാപിപ്പിച്ചത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അക്കാലത്ത് സൗദി അറേബ്യയിലെ ഒരു സർവകലാശാലയിൽ ഒസാമ ബിൻ ലാദൻ എന്ന പിൽക്കാല ഭീകരവാദ നേതാവ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുകയായിരുന്നു. പഠിപ്പിൽ പിടിക്കനായിരുന്നു അയാളുടെ ചരിത്രം ഒന്ന് വായിക്കണം. ആ ഒസാമ അമേരിക്കൻ സാമ്രാജ്യത്വം പൊക്കിക്കൊണ്ടുപോയി പെഷവാറിൽ. അവിടെ വെച്ച് ഭീകരവാദം പരിശീലിച്ചു. $2,500 കോടി കൊടുത്തത്. $2,500 കോടി എന്ന് പറഞ്ഞാൽ $1 ഇന്ന് വൈകുന്നേരം കൈരളി പോയി കാണണം, വീട്ടിൽ പോയിട്ട് എത്രയാണെന്നുള്ളത് അതിനകത്ത്. $1 എന്ന് പറഞ്ഞാൽ 85 രൂപയോ കൂടുതലുമാണ്. അപ്പോ 2,500 ഗുണനം 85 എത്രയാണ് രൂപയാണെന്നുള്ളത് ഞാൻ പോകുന്നേരത്ത് കണക്കൂട്ടിയിരുന്നതാണ്. അത്രയും കോടികളാണ് ഒസാമ ബിൻ ലാദന്റെ ഭീകരവാദത്തെ അൽ ഖ്വയ്ദിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി കൊടുത്തത്. ഇതാണ് ഭീകരവാദം. അവര് തുടങ്ങി, അവര് പാലൂട്ടി വളർത്തി, അവസാനം ആ പാലൂട്ടി വളർത്തിയ പാമ്പ് ആ പാലൂട്ടിയ കൈക്ക് തന്നെ കുത്തി എന്നതാണ് വേൾഡ് ട്രേഡ് സെന്ററിന് നേരെ നടന്നാക്കുന്നത്. ഭീകരവാദത്തെ പാലൂട്ടി വളർത്തിയാൽ അത് നിങ്ങൾക്ക് തന്നെ ആപത്തായിട്ടുണ്ട്. ഇതാണ് ലോകത്തിന്റെ ഭീകരവാദത്തിന്റെ ഒരു പ്രത്യേകത. കഴിഞ്ഞ വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ അതിനെതിരായി ജമാഅത്തെ ഇസ്ലാമിക്കാർ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് ഒരു മാർച്ച് നടത്തി. അവരുടെ മാർച്ചിൽ അവരൊരു ഫോട്ടോ മുമ്പിൽ പിടിച്ചുകൊണ്ടാ പോയി. അതാരുടെ ഫോട്ടോ ആണെന്ന് അറിയോ? ജമാഅത്തെ ഇസ്ലാമിക്കാരോട് ചോദിക്കണം. ഹസനുൽ ബന്ന, ബന്ന് ഓർത്താൽ മതി. ഹസനുൽ ബന്ന അദ്ദേഹമാണ് ബ്രദർഹുഡ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുടെ നേതാവ്. ജോർദാൻ, ഈജിപ്ത് തുടങ്ങിയ ആ രാജ്യങ്ങളിലാകെ ഭീകരവാദം കെട്ടഴിച്ചുവിട്ട നേതാവ്, ആ രാജ്യത്തിലെ ഭരണാധികാരികളെ വധിക്കാൻ നോക്കിയ ഒരു ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ നേതാവ്, അവരുടെ ചിത്രം എടുത്തിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി നടക്കുന്നത് കേട്ടാൽ. ആ ജമാഅത്തെ ഇസ്ലാമിയെ തിരിച്ചറിയണമെങ്കിൽ
ഇതുപോലെയുള്ള അവരുടെ ശൈലികൾ മനസ്സിലാക്കണം. അവരാണ് മൗദൂദിയുടെ ശിഷ്യന്മാർ. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയും കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയും പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയും ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയും ഒരേ ജനുസിലാണ്. കാശ്മീരിലെ മുഹമ്മദ് യൂസഫ് ദരിഗാമി കുൽഗാമിൽ മത്സരിച്ചപ്പോൾ, നിയമസഭയിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഗുരുണ്ടി എതിർ സ്ഥാനാർത്ഥിയെ നിർത്തിയത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുകയായിരുന്നു BJP. ആരൊക്കെ? BJP, ജമാഅത്തെ ഇസ്ലാമി. പിന്നെ അതിന്റെ കൂടെ സുഡാപ്പിയും കൂടി ചേർന്നാലോ പിന്നെ പറയേ വേണ്ട കേട്ട. നമ്മുടെ തെരുവില് കുരങ്ങിനെ കളിപ്പിക്കുന്ന കുരങ്ങച്ചന്മാരെ കണ്ടാൽ കുരങ്ങിന്റെ കളിയൊന്ന് കണ്ട് നേരം കളിയാൻ തോന്നും. കുരങ്ങിന്റെ സ്വതയുള്ള കളി നല്ല കളിയാ, പരിശീലനമുള്ള കുരങ്ങ്. സെല്യൂട്ട് പറഞ്ഞാൽ സെല്യൂട്ട്, നമസ്തേ പറഞ്ഞാൽ നമസ്തേ. കുരങ്ങിന് കുരങ്ങച്ചൻ കണ്ണു കൊടുത്ത് കളിപ്പിച്ചാലോ പിന്നെ കളി വല്ലാത്ത കളിയെ. കണ്ണു കുടിച്ച കുരങ്ങിന് തേട് കുത്തിയാലോ നിങ്ങൾക്ക് കളി ഉണ്ടാവില്ല. ഏതാണ്ട് അതുപോലെയാണ് ഇപ്പോ ഇവര്. ആര്? എല്ലാം ഒന്നിച്ചു നിൽക്കുന്ന കൂടാരമായി കോൺഗ്രസിന്റെ UDF മാറി. ആരൊക്കെ അവരെ കൂടെ? ജമാഅത്തെ ഇസ്ലാമി, സുഡാപ്പി എല്ലാം ചേർന്ന്. അതാണ് പാലക്കാട് നമ്മൾ കണ്ടത്. പാലക്കാട് എന്താ മരക്കൂട്ടത്തിലോ മാക്കൂട്ടത്തിലോ എന്നെല്ലാം പറയുന്ന ഒരു കക്ഷിയില്ലേ, അയാൾ ജയിച്ചപ്പോ ആദ്യ പ്രകടനം നടത്തിയത് ആരാ? ആദ്യ പ്രകടനം നടത്തിയത്? ആദ്യ പ്രകടനം നടത്തിയത് സുഡാപ്പിയല്ലേ? സുഡാപ്പിക്കാരോട് ചോദിച്ചു. അവരാണെങ്കിൽ വിളിക്കുന്നത് രാഹുൽ മരക്കൂട്ടത്തിൽ സിന്ദാബാദ്. ഇതാണ് ചോദിച്ചു. അല്ല സുഡാപ്പി, ഇതെന്താ ഇങ്ങനെ മരക്കൂട്ടത്തിലായി പോയല്ല, ഞങ്ങൾ അവരെ മരക്കൂട്ടത്തിലാക്കും, ഞങ്ങളെ പിന്തുണ കൊണ്ടാ ജയിച്ചത് സുഡാപ്പിയ. അതുകൊണ്ട് ഈ എല്ലാ വർഗീയ കോമനങ്ങളും ഇപ്പൊ UDFന്റെ കൂടിയാണ്. നമുക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ ഇടതുപക്ഷത്തിന്, മതനിരപേക്ഷതയുടെ നിലപാട്. മതവിശ്വാസികളും മതനിരപേക്ഷവാദികളും ഒന്നിച്ചു നിൽക്കുന്ന നിലപാട്. എല്ലാ മതനിരപേക്ഷവാദികളും മതവിശ്വാസികളും ഒന്നിച്ചു നിൽക്കേണ്ട കാലമാണ്. ഹിന്ദു ക്ഷേത്രത്തിൽ പോകേണ്ടവർക്ക് പോകാം, പ്രാർത്ഥിക്കാം. മുസ്ലിം പള്ളിയിൽ പോകേണ്ടവർക്ക് നിസ്കരിക്കാനുള്ള സമയമാകുമ്പോൾ നിസ്കരിക്കാം. ക്രിസ്ത്യൻ ചർച്ചിൽ പോകേണ്ടവർക്ക് പോകാം. വിശ്വാസികളെ തടയാൻ ആരുമില്ല. വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം രാഷ്ട്രീയമായി ഇടപെടുന്നത് മൂലമാണ് വഖഫ് ബിൽ വന്ന്. വഖഫ് ബിൽ എന്തിനാ? ആർക്കാ ഗുണം ചെയ്യാം? ആ വഖഫ് ബിൽ യഥാർത്ഥത്തിൽ വഖഫ് ബോർഡിന്റെ നേതൃത്വം മുസ്ലിം മതവിശ്വാസികളല്ലാത്തവരെ കൊണ്ടുവരാനാണ്. അവിടെ ഗവൺമെന്റിന് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി അധികാരം കൊടുത്തിരിക്കുകയാണ്. അമുസ്ലിങ്ങളെ ദേവസ്വം ബോർഡിൽ ഹിന്ദുക്കളല്ലാത്തവരുണ്ട്. ആ വള്ളിയൂർക്കാവിലുണ്ട, മലബാർ ദേവസ്വം ബോർഡിലുണ്ട, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുണ്ട. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ, മലബാർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ, വള്ളിയൂർക്കാവ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ, ആ ആരാധനാലയത്തിൽ വിശ്വാസികളായി എത്തിച്ചേരുന്ന ഹിന്ദുക്കളാണ്, അവരതാണ്. പിന്നെ എന്തിനാണ് വഖഫ് ബോർഡ് മുസ്ലിങ്ങളുടെ മഹല്ലുകളുടെ എല്ലാ കാര്യവും നോക്കേണ്ടുന്ന, വഖഫ് സ്വത്ത് നോക്കേണ്ടുന്ന ഈ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യൻ ചർച്ച അടക്കമുള്ള കാര്യങ്ങൾ നോക്കാൻ ഏതെങ്കിലും ഒരു സമിതി വരുന്നുണ്ടെങ്കിൽ അതിനെന്തിനാണ് ക്രിസ്ത്യാനികളല്ലാത്തവർ? ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് ആ പാർലമെന്റ് ശക്തമായി അതിനെ എതിർത്ത് ഇന്ത്യ ബ്ലോക്ക് ഒറ്റക്കെട്ടായി നിന്നില്ലേ, അതിനെതിരായി. അപ്പോ വഖഫ് ബിൽ എന്ന് പറഞ്ഞത് മതരാഷ്ട്ര നിർമ്മിതി ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന RSSന്റെ മതത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലാണ്. ഇതുപോലെ തന്നെയാണ് മറ്റ് തീവ്രവാദ ഭീകരവാദ സംഘടനകൾ. മുസ്ലിം മതവിശ്വാസികൾ അവരുടെ മതവിശ്വാസ പ്രമാണമനുസരിച്ച് ജീവിക്കാൻ കഴിയണമെങ്കിൽ ആ മേഖലയിലെ വർഗീയതക്കെതിരായി, തീവ്രവാദത്തിനെതിരായി, സുഡാപ്പിക്കെതിരായി, ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി മുസ്ലിം മതവിശ്വാസികൾ രംഗത്തിറങ്ങണം. ഇതാണ് നാം തിരിച്ചറിയുന്നത്. തീർച്ചയായും നമുക്ക് കേരളം ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളുമായി താരതമ്യം ചെയ്താൽ ഈ പ്രശ്നത്തിൽ
മതവിശ്വാസികൾക്ക് ഒരു പ്രശ്നമില്ലാതെ ജീവിക്കാം. എന്നാൽ ഉത്തരേന്ത്യയിലോ ഇപ്പൊ ഈ ഭീകരവാദികൾ അക്രമം വന്നപ്പോ ഉത്തരേന്ത്യയിൽ പല സ്ഥലത്തും ഉത്തരാഖണ്ഡ്, UP, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് അവിടെയൊക്കെയുള്ള കാശ്മീരി വിദ്യാർത്ഥികളെ അവിടുന്ന് അടിച്ചോടിച്ചില്ലേ? ബംഗാളിൽ എന്താ ചെയ്തത്? ബംഗാളില് സുഖേന്ദു അധികാരി എന്ന് പറയുന്ന BJPയുടെ നിയമസഭാ നേതാവ് അദ്ദേഹം പറഞ്ഞു പരസ്യമായി, ഇതാ ദക്ഷിണ 24 പർഗാന ജില്ലയിലെ ഒരു കെട്ടിടത്തിന്റെ അവിടെ കുറച്ച് കാശ്മീരികൾ ഭീകരവാദികൾ താമസിക്കുന്നുണ്ട്, അവരുടെ കയ്യിൽ വയർലെസ് നെറ്റ് ഉണ്ട്. അദ്ദേഹത്തിന് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തതാണ്. നമ്മുടെ ആൾട്ട് ന്യൂസിന്റെ പ്രവർത്തകന്മാർ രാത്രി പോയി ആ കെട്ടിടത്തിന്റെ ചിത്രമെടുത്തു, ആ കെട്ടിടത്തിൽ താമസിക്കുന്നവരുടെ ചിത്രമെടുത്തു. ആ കെട്ടിടത്തിന്റെ മുകളിൽ വയർലെസ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉപകരണത്തിന്റെ ചിത്രമെടുത്തു. നോക്കുമ്പോൾ എന്താണെന്നറിയോ നിങ്ങൾ? നമ്മുടെ റിലയൻസിന്റെ ഈ വൈഫൈ കണക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ചെറിയ ഒരു സാധനം, അതിനെ എയർ ഫയർ എന്ന് പറയുന്ന ഒരു സാധനം, അതാണ് വയർലെസ് സെറ്റ്. ഇത് നോക്കുമ്പോ കാശ്മീരികളുമല്ല, മധ്യപ്രദേശിന് പഠിക്കാൻ വന്ന കുട്ടികൾ. നോക്കണം, നിങ്ങൾ തമ്മിലടിപ്പിക്കാനുള്ളതല്ലേ? ആൾട്ട് ന്യൂസ് ആ സത്യം കൊണ്ടുവന്നതുകൊണ്ട് ജനറനെ നമ്മളെ ആ സോഫിയ ഖുറേഷി ഇന്ത്യൻ സൈന്യത്തിന്റെ അഭിമാനമാണ്. ആ സൈനിക ഉദ്യോഗസ്ഥ കേണൽ അവർ അവിടെ വെച്ച് 2018 വിദേശ രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളിൽ നിന്നും സൈനിക ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്ത 2018 ഫോഴ്സ് സൈനിക അഭ്യാസം ഇന്ത്യക്ക് വേണ്ടി ബഹുമതി നേടിയ ഒരു വനിതാ സൈനിക ഉദ്യോഗസ്ഥയാണ് കേണൽ സോഫിയ ഖുറേഷി. അവരെ പറ്റി എന്താ മധ്യപ്രദേശിലെ മന്ത്രി വിജയ് ഷാ പറഞ്ഞത്? ഭീകരവാദികളുടെ സഹോദരി എന്നാണ്. തികച്ചും തെറ്റായ ഒരു അഭിപ്രായ പ്രകടനം. മധ്യപ്രദേശിലെ ഉപമുഖ്യമന്ത്രി അദ്ദേഹം ഇതിന് തുടർച്ചയായി പറഞ്ഞു, ഇന്ത്യയിലെ സൈനികരും സൈന്യവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാൽക്കൽ വീണ് കുമ്പിടണം. സൈനികരെ അപമാനിക്കലല്ലേ അത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരം അന്യായങ്ങൾക്കെതിരെ ഈ നാട് മതനിരപേക്ഷ പക്ഷത്ത് അണിനിരക്കണം. ഇടതുപക്ഷം ഈ നാടിന്റെ പക്ഷമാണ്. എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യരുടെ നന്മക്കാണ് ഇടതുപക്ഷം പ്രവർത്തിക്കുന്നത്. അതാണ് കേരളത്തിന്റെ സവിശേഷത എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. അഭിവാദ്യങ്ങൾ.